ഇടുക്കി പാമ്പനാറിൽ 19 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പരിക്കേറ്റവർക്ക് 2 ഡോസ് വാക്സിനേഷൻ നൽകിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച വരെ 19 പേരെ ഈ പട്ടി കടിക്കുകയും ഇതിന്റെ പുറകെ പഞ്ചായത്ത് കമ്മിറ്റി മുഴുവൻ പേരും ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയും അവസാനം ഈ പട്ടിയെ ഞങ്ങൾ പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരികയും ചെയ്തു. ചൊവ്വാഴ്ച ദിവസമാണ് പട്ടിയെ പിടിക്കുന്നത്. പട്ടിയെ പിടിച്ച് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി വന്നപ്പോഴത്തേക്ക് പട്ടിക്ക് വിഷബാധ ഉണ്ടെന്നുള്ളത് ഇന്നലെ വൈകിട്ട് 4:30 കൂടിയാണ് ഞങ്ങൾ അറിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ഒരു അടിയന്തര യോഗം, സർവകക്ഷി യോഗം വിളിക്കേണ്ട ഒരു സാഹചര്യത്തിൽ പഞ്ചായത്ത് വരികയും ഇന്ന് നിലവിൽ പഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പഞ്ചായത്ത് മെമ്പർമാർ, സ്റ്റാഫുകൾ അടക്കം ഒരു യോഗം വിളിക്കും. എല്ലാ വാർഡുകളും അടിയന്തരമായ ജാഗ്രതാ സമിതികൾ വിളിച്ചു കൂട്ടുകയും വളർത്തു പട്ടികൾ എത്ര ഉണ്ടെന്നുള്ളത് ലിസ്റ്റ് എടുക്കുകയും ആ മൃഗങ്ങൾക്ക് അടിയന്തരമായ വാർഡ് തലത്തിൽ വാക്സിൻ കൊടുക്കുകയും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ജെയിൻ രാജു വിവരങ്ങളുമായി. ജെയിൻ, അന്ന് തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു പ്രകോപനവും ഇല്ലാതെ ഓടി നടന്ന് പട്ടി ഒരാളെ കടിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തോ പ്രശ്നമുണ്ട് എന്ന്. ഇപ്പോൾ അത് ഗൗരവകരമായ ഒരു ഇഷ്യൂ ആയി മാറിയിരിക്കുന്നു. എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ എടുത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചു. നിലവിൽ ഇവരുടെയൊക്കെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണോ? എന്താണ് വിവരങ്ങൾ? ശ്രീജ, ഇതുവരെ ഈ കടിയേറ്റ ആളുകളുടെ എല്ലാം ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ ഒരു ഗൗരവമുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ തെരുവുനായ വളരെ കൂടുതൽ സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വിവിധ സ്ഥലത്താണ് ഈ ആളുകളെ കടിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പൊ ആളുകൾക്കൊപ്പം തന്നെ മറ്റു വളർത്ത് നായ്ക്കളെയോ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞു കിടക്കുന്ന തെരുവ് നായ്ക്കളെയോ കടിച്ചിട്ടുണ്ടോ, ഈ നായ കടിച്ചിട്ടുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പേവിഷബാധയുള്ള നായയെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിൽ ഇതിനുള്ള ഈ പേവിഷബാധ പകരാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അത് മുന്നിൽ കണ്ടാണ് പഞ്ചായത്ത് ഒരു അടിയന്തര സർവകക്ഷി യോഗം വിളിച്ചത്. വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാനാണ് ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. വീടുകളിൽ വളർത്തുന്ന നായ്ക്കൾക്കടക്കം പ്രതിരോധ കുത്തിവയ്പ്പെടുത്തുകയും അതോടൊപ്പം തന്നെ തെരുവ് നായകളെ നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത്. ആ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഈ നായ ഏതൊക്കെ തെരുവ് നായകളെ ആക്രമിച്ചിട്ടുണ്ട് എന്ന കാര്യമൊന്നും വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. കാരണം കൂടുതൽ സ്ഥലങ്ങളിൽ ഈ പേവിഷബാധയുള്ള നായ്ക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഈ നിലവിൽ കടിയേറ്റ ആളുകൾക്ക് 2 ഡോസ് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. അവരുടെ നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. ശരി.